അപ്പൊ എന്റെ ഊഹം തെറ്റില്ല. എനിക്കറിയായിരുന്നു അനിയൻ വരുമെന്ന്. ഉണ്ണിയിൽ അപരാധമെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കും. അല്ലെങ്കിൽ നിവർന്നു നിന്ന് വീണ്ടും ഒന്ന് വെല്ലുവിളിക്കാൻ. രണ്ടിനേതിനായാലും സ്വാഗതം. നീ തീറ്റിപ്പോറ്റുന്ന കുറെ ഞാഞ്ഞൂലുകൾ കാലിന്റെ ഇടയിൽ ബൈക്കും തിരികെ എന്റെ വീട്ടിൽ കയറിയെന്ന് വരട്ടെ ഞാൻ അങ്ങ് ചുരുണ്ടു പോകുന്നു കരുതിയോടാ പുല്ലേ. ഇത് ഭദ്രനാടാ, ഭദ്രൻ. അനിയ ഭദ്ര, ജീവിതം നീ വിചാരിക്കുന്ന പോലെ അത്ര ഭദ്രമല്ല. ചാവടുത്തവനെ കൊണ്ടുപോവാൻ നീ പരിഹസിച്ച ഈ ഞാനുള്ളികൾ ധാരാളം കേട്ടിട്ടില്ലേ? മരണം പേടിച്ച് കടലിൽ കൊട്ടാരം പണിത പരിഷത്തിനെ പുഴുവായി ചെന്ന് തക്ഷകൻ തീണ്ടിയ കഥ. വോ പുഴു പുഴു. ഉണ്ണി പിഴച്ച മൂന്നെന്നൊരു ചൊല്ലുണ്ട്. എനിക്ക് പിഴയ്ക്കാറില്ല, പക്ഷെ ഞാൻ പൊറുക്കാറുണ്ട് 2 തവണ. ആദ്യം നീ എന്നെ അറസ്റ്റ് ചെയ്തു, പിന്നെ ഞാൻ സ്വന്തമാക്കിയ കോഴിക്കട്ട് അറവാട് നീ തിരിച്ചു പിടിച്ചു. സോ നിനക്കുള്ള മുന്നറിയിപ്പുകൾ ഇതോടെ തീർന്നു. ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഭദ്രന്റേതായ ഒന്നും തന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല. എല്ലാത്തിനെയും പർച്ചേസ് ചെയ്ത് കളയും ഞാൻ. ഗോപേ, നീ എന്നെ പർച്ചേസ് ചെയ്യോടാ, പർച്ചേസ്. വേണ്ട ശോക, വേണ്ട. നമ്മൾ തമ്മിൽ ഒരിക്കൽ മുട്ടി എന്റെ തട്ടുകേട് നീ ഞവരക്കിഴി പിടിച്ചു മാറ്റിയതേ ഉള്ളൂ. വീണ്ടും നുളപ്പിച്ചുകൊണ്ട് വന്ന കേറ്റിത്തരും ഞാൻ. കൊടാ. മേടയിൽ ദേവരാജൻ, സാമൂഹിക നേതാവ്, മർദ്ദിത പ്രത്യയശാസ്ത്ര വിശാരദൻ, ആരോടും സംവാദത്തിനൊരുങ്ങുന്ന മഹാതാർക്കികൻ. ഇങ്ങനെ നീ സ്വയം എടുത്തു ചാർത്തിയിട്ടുള്ള മേലാപ്പുകൾ ഓരോന്നായി വലിച്ചു കീറി നീ എന്ന ലോകമഹാചറ്റയുടെ തനിസ്വരൂപം എല്ലാവർക്കും കാട്ടിക്കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ദേവരാജ. അന്ന് നിന്റെ പിന്നിലുണ്ടെന്ന് നീ കരുതുന്ന ഇവരുണ്ടല്ലോ, നിന്റെ എന്തിനും ഏതിനും പോരുന്ന അണികൾ. അവർ നിനക്ക് വിധിക്കുന്ന ശിക്ഷ നിന്റെ ഉയിരോ ഉടലോ താങ്ങില്ല. മറ്റേടത്തെ ദേവരാജ, നമ്മൾ ഇനിയും കാണും, മൂന്നാമതൊരിക്കൽ കൂടി. ബൈ. അതിന്റെ മോനെ, നിന്നെ പൊക്കിയാലുടനെ ഇറക്കിക്കൊണ്ടുപോകാൻ നിന്റെ മറ്റവനുണ്ടല്ലോ ദേവരാജ്, അവൻ ഇങ്ങോട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ നീ? നീ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള കാര്യം ഒരു കുഞ്ഞു അറിഞ്ഞിട്ടില്ല. ഇവിടെ കിടന്ന് പുല്ല് പിടിച്ച് ചാകണ്ടെങ്കിൽ പെട്ടെന്ന് നിന്നെയൊക്കെ മുന്നിൽ വെച്ച് അവൻ കുറെ കളിച്ചല്ലോ ആ ദേവരാജൻ. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടണം. പന്നി, ഇത് നിന്റെ അണ്ണാക്കിലോട്ടങ്ങ് കുത്തി കയറ്റിയുണ്ടല്ലോ, നിന്റെ കൂമ്പ് കിടക്കുന്ന വിര നീ കക്കും. പന്നി പറയാൻ ഇനി പറയടാ. പറയാം, എല്ലാം പറയാം. കോൺസ്റ്റബിൾ സുകുമാരൻ നായരെ കൊന്നത് ഞങ്ങളൊക്കെ കൂടിയാ. ദേവരാജ മുതലാളിയും
അശോക് മുതലാളിയും ഞങ്ങളെല്ലാരും കൂടി ചേർന്ന അന്ന് രാത്രി അവിടെ പോയത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, കേരളം കേന്ദ്രമാക്കി നമ്മൾ ബിസിനസ് റീഓർഗനൈസ് ചെയ്യുന്നു. ഇപ്പോ പോളിസി മാറിയതോടെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബൂം ടൈം. നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട. പട്ടാഭിരാമന്റെ വിജയവാഡ കാർട്ടൽസ് തരുന്നതിന്റെ ഇരട്ടി ബിസിനസ് ഞാൻ ഉറപ്പു തരുന്നു. ഇനിയും സംശയമുള്ളവർക്കായി ഒരു കാര്യം കൂടി. ഞാൻ ഈ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാകാൻ പോകുന്നു. സോ ഇറ്റ് ഈസ് റോയൽ റോഡ് അഹെഡ്. കൺഗ്രാറ്റുലേഷൻസ്. വി അഗ്രി വിത്ത് യുവർ പ്രപ്പോസിഷൻ. നൗ ഐ എക്സ്പെക്ട് ജനറസ് സപ്പോർട്ട് ഫ്രം യു ആൾ. പവർ പൊളിറ്റിക്സിൽ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേരെ പർച്ചേസ് ചെയ്യണം. കൂടാതെ നമ്മുടെ ബിസിനസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടി ആകുമ്പോ സോറി ഫോർ ദ ഇൻട്രൂഷൻ ജെന്റിൽമെൻ. ഭദ്രൻ, ഏയ് ഒച്ച വെക്കണ്ട. അരമന മുഴുവൻ അരിച്ചു പെറുക്കാനുള്ള കോർട്ട് ഓർഡറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റഷീദ് സെർച്ച്. ഹീസ് ഫ്രം ഇൻകം ടാക്സ് ആൻഡ് ഹീസ് ഫ്രം വിജിലൻസ്. Wow. ആഹാ. Money. Do you have any source for this money, gentlemen? മേഡേൽ ബ്രദേഴ്സിന്റെ കയ്യിലുള്ള കാശും കണക്കിൽപ്പെടാത്തതായിരിക്കുമല്ലോ അല്ലേ? സന്തോഷം. സാർ അകത്തുനിന്ന് കിട്ടിയതാ. ഹൈ ഫ്രീക്വൻസി വയർലെസ് സെറ്റ്. കൊള്ളാമല്ലോ മുതലാളി. മുതല് കമ്പിയില്ലാത്ത ഈ ഐറ്റവും വെച്ചോണ്ട് ആരോടാണാവോ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് പോവാം. അവിടെ മജിസ്ട്രേറ്റ് നമ്മളെ കാത്തിരിക്കുക. വാ. അതെ, ഒരു ആദായ നികുതി കേസ് ഈ തൊണ്ടി സാധനം വെച്ച് നിനക്ക് മേടയിൽ ദേവരായ മുതലാളി ഒരു പുല്ലും ചെയ്യാനാവില്ല. ഇതിൽ നിന്ന് ഊരാൻ ഞങ്ങൾക്ക് വെറും 12 മണിക്കൂർ പോലും വേണ്ട. റഷീദ്, take him. അയ്യോ, അത് പറയാൻ വിട്ടു. മുതലാളി തട്ടിക്കളഞ്ഞൊരു ചെട്ടിയാരില്ലേ, പഴനിവേൽ ചെട്ടിയാർ. അയാൾ ഭദ്രമായി സൂക്ഷിച്ച ചില ഡോക്യുമെന്റ്സ് ഈ ഭദ്രന്റെ കയ്യിൽ കിട്ടി. ഒരു 10-15 കേസ് ചാർജ് ചെയ്യാൻ അതൊക്കെ ധാരാള. പിന്നെ അങ്ങയുടെ പ്രധാന കിങ്കരൻ ഫ്രാൻസി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മെതിച്ചപ്പോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. ഇത്തവണ പർച്ചേസ് ചെയ്യാൻ ഇത്തിരി പാടാ ദേവരാജ. റഷീദ്, ഭദ്ര, നീ ഒന്നോർത്തോ, ഇത് 3-ാം തവണയാ. നിന്റെ നല്ല കാലം ഇതോടെ തീർന്നു. നീ എന്നെ ഒരു മൈത്താണ്ടിയും ചെയ്യൂല. നടക്കണ ദേവരാജ.